നമ്മുടെ സംസ്ഥാനത്തിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ UDF എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഏറ്റവും അടുത്തതായി വന്ന വാർത്ത എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അത് UDF നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്തയാണ്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് രണ്ടിലേതാണ് എന്ന് ഈ പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം UDF എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ വലിയേട്ടൻ അത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ഒരു ചിറ്റമ്മ നയം അത് ജോസഫ് ഗ്രൂപ്പ് വിഭാഗം നേതാക്കന്മാർക്ക് പിടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മുന്നണി മാറ്റത്തെക്കുറിച്ച് അവർ ഗൗരവത്തിൽ ചിന്തിച്ച് തുടങ്ങുന്നത്. അതിന് പ്രധാന കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ UDF എന്ന് പറയുന്ന സംവിധാനത്തിന് അകത്ത് ലഭിക്കുന്ന അപ്രമാദിത്വം തന്നെയാണ്. ലീഗിൻ്റെ എല്ലാ പിടിവാശികളും ആവശ്യങ്ങളും കോൺഗ്രസ് അംഗീകരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ജോസഫ് ഗ്രൂപ്പിനെ പോലെയുള്ള മറ്റ് ഘടകകക്ഷികൾക്കും പരാതിയുള്ളത്. ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ കാര്യം നമുക്കറിയാം. മലപ്പുറത്തും വിശിഷ്യ മലബാറിലും ലീഗിന് സ്ഥിരമായിട്ട് ലഭിക്കുന്ന ചില സീറ്റുകളുണ്ട്. അത് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല, തികച്ചും വൈകാരികമായിട്ട് വോട്ടർമാർ വോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞതുപോലെ കുറച്ച് വോട്ടുകളുണ്ട്, കുറച്ച് സീറ്റുകളുമുണ്ട്. അവിടെ മുസ്ലിം ലീഗ് ഒരു കള്ളിത്തറിയെ കൊണ്ടുപോയി നിർത്തിയാലും മത്സരിച്ച് ജയിക്കും എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് അവർക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്ന ചില സീറ്റുകൾ അവർ ജയിച്ചു വരും എന്ന കാര്യത്തിൽ UDFനകത്തുള്ള മറ്റ് ഘടകകക്ഷികൾക്ക് ഒരു തർക്കവുമില്ല. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനകത്ത് മുസ്ലിം ലീഗിന് ലഭിക്കുന്ന അത്രയും സീറ്റുകൾ തങ്ങൾക്ക് പോലും ലഭിക്കുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ സംശയമുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്താലും UDFലെ ഏറ്റവും വലിയ ഒന്നാമത്തെ കക്ഷി അത് ലീഗായി മാറും, അഥവാ ലീഗായി മാറുമോ എന്നൊരു പേടി കോൺഗ്രസ്സുകാർക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഈ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങളും ആലോചിക്കുന്നുണ്ട്. ലീഗ് ഒറ്റക്കക്ഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് UDFനകത്ത് വലിയ അപകടം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും പേടിയുണ്ട്. കാരണം അഥവാ UDF ജയിച്ചു വന്നാൽ ലീഗ് പറയുന്നത് പോലെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പോലും തീരുമാനിക്കുന്നത് ലീഗായി മാറും എന്നൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വരെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും UDFനകത്ത് ലീഗിനേക്കാൾ കൂടുതൽ വോട്ടുകൾ സീറ്റുകൾ നേടുന്ന കക്ഷി അത് കോൺഗ്രസ്സായി മാറണം എന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പല കുതന്ത്രങ്ങളും തന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഘടകകക്ഷികളുടെ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ഇര നമ്മുടെ PJ ജോസഫ് സാറിൻ്റെ കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തന്നെയായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ആ 10 സീറ്റിൽ 8 അവർ തോറ്റു. PJ ജോസഫും മോറിസ് ജോസഫും മാത്രമാണ് കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ജയിച്ചു വന്നിട്ടുള്ള MLAമാർ. അതുകൊണ്ട് മേലിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റുകൾ കൊടുക്കേണ്ട കാര്യമില്ല. മാക്സിമം ഒരു 6 സീറ്റ് അതിൽ അവർ ഒതുക്കാനാണ് പരിപാടി. ബാക്കിയുള്ള 4 സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തതിനകത്ത് കോൺഗ്രസിന് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാണ് നോക്കുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കുവാൻ കേരള കോൺഗ്രസും
തയ്യാറല്ല. അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അവരും കോൺഗ്രസിൻ്റെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിലവിൽ തയ്യാറില്ല. മറിച്ച് അപ്പുറത്ത് മുസ്ലിം ലീഗ് ആകട്ടെ, അവർ കൂടുതൽ സീറ്റ് ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകേണ്ടി വരും. മുന്നണി കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുകയേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ലീഗും കോൺഗ്രസും തമ്മിൽ ചില സീറ്റുകൾ വെച്ച് മാറാൻ ധാരണയായിട്ടുണ്ട്. ഒപ്പം കുറച്ചധികം സീറ്റുകൾ തെക്കൻ കേരളത്തിൽ കൊടുക്കാനും ധാരണയായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ലീഗിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുക, കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾക്ക് സീറ്റുകൾ നഷ്ടപ്പെടുക എന്നൊരു സ്ഥിതിവിശേഷം വരാനും സാധ്യതയുണ്ട്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറില്ല. മാത്രവുമല്ല, ലീഗിൻ്റെ ഈ അപ്രമാദിത്വം, മുന്നണിക്കകത്ത് ലീഗിനുള്ള ഈ അപ്രമാദിത്വം, മേധാവിത്വം, അത് അംഗീകരിച്ചു കൊടുക്കാനും PJ ജോസഫും കൂടെയുള്ളവരും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തങ്ങളുടെ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഒരിക്കലും തയ്യാറില്ല എന്നൊരു നിലപാടാണ് PJ ജോസഫും കൂട്ടുകാരും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാതെ ഇവരെ മുന്നണിയിൽ നിർത്താൻ കോൺഗ്രസിനും പ്രയാസമാണ്. ഏതായാലും തങ്ങൾക്ക് ലഭിക്കേണ്ട 10 സീറ്റുകളും ലഭിക്കാതെ മുന്നണിയിൽ തുടരുന്ന പ്രശ്നമില്ല എന്ന് ജോസഫും സംഘവും പ്രഖ്യാപിച്ചതായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ ചങ്ങനാശ്ശേരി, കുട്ടനാട്, ഇടുക്കി മുതലായ സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന് തങ്ങൾ തയ്യാറല്ല എന്ന് ജോസഫ് വിഭാഗം തറപ്പിച്ച് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇവർ മുന്നണി വിടാനാണ് സാധ്യത. അങ്ങനെ മുന്നണി വിട്ടാൽ ഒരുപക്ഷെ LDFിൻ്റെ ഭാഗമായിട്ടിരുന്ന വിഭാഗം തന്നെയാണ് ജോസഫ് ഗ്രൂപ്പ്. ഇനി അവിടെ വല്ല തടസ്സവും ഉണ്ടായാൽ NDA, ഇങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഏതായാലും കോൺഗ്രസിനകത്ത് ഒരു ഭാഗത്ത് തമ്മിൽ തല്ല് അങ്ങനെ നടക്കവേ കോൺഗ്രസിലെ ഘടകകക്ഷികളും കോൺഗ്രസും തമ്മിൽ തല്ല് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് അതികഠിനമായിട്ട് രൂക്ഷമാകും എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അപ്പോൾ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കേരളത്തിൽ ഭരണം എടുക്കാം എന്നൊരു മോഹം, അല്ലെങ്കിൽ ഒരു അതിമോഹം, അല്ലെങ്കിൽ ഒരു സ്വപ്നം UDFും കോൺഗ്രസും വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ജയിച്ചാലും തോറ്റാലും UDFിനകത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന കക്ഷി തങ്ങൾ തന്നെ ആയിരിക്കണം എന്ന് കോൺഗ്രസിന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ തറവേലകളൊക്കെ അവർ കളിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് നേരിടുന്നത്. കേരളത്തിലും അത് തന്നെയാണ് അവസ്ഥ. അവരുടെ തകർച്ച ഏകദേശം സമ്പൂർണ്ണമായിട്ട് തന്നെ വന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കോൺഗ്രസ് UDFിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഘടകകക്ഷികളുടെ സീറ്റുകളൊക്കെ അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തട്ടിക്കുട്ടി ഒരു ഭരണമുണ്ടാക്കാം, ഒരു മന്ത്രിസഭ ഉണ്ടാക്കാം എന്നും കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷെ ഇത് വല്ലതും നടക്കുമോ? നടക്കാനുള്ള സാധ്യത അതിവിദൂരമാണ്. നിലവിൽ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്നൊരു പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായി സർക്കാരുകളുടെ 2 ടേമിലെ ഭരണത്തിനോട് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നൊരു പ്രതീതി ഈ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രതീതി മാത്രമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ യാതൊരുവിധ ഭരണവിരുദ്ധ വികാരങ്ങളുമില്ല. ഇതെല്ലാം മലയാള മനോരമ പോലെ UDFിനും കോൺഗ്രസിനും വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ചില മാധ്യമങ്ങളും ഇടതുപക്ഷ സർക്കാരുകളോട്, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട്, വിശേഷ്യ CPIMനോട് വൈരാഗ്യമുള്ള ചില പത്രദൃശ്യ മാധ്യമങ്ങളും കൃത്രിമമായി സൃഷ്ടിച്ച് അന്തരീക്ഷത്തിലേക്ക് വിട്ടിട്ടുള്ള ഒരു
അവസ്ഥ മാത്രമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ യാതൊരുവിധ ഭരണവിരുദ്ധ വികാരങ്ങളും നിലനിൽക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യവുമില്ല. കാരണം 10 വർഷത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സ്തുത്യർഹമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും അതിഗംഭീരമായ പ്രകടനം ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് നോക്കിക്കാണുന്ന സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അത് എത്രമാത്രം മെച്ചപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മുടെ വിദ്യുച്ഛക്തി വകുപ്പ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ പവർക്കട്ട് ഉണ്ടായിട്ടില്ല. UDF ഭരിക്കുന്ന കാലത്ത് ഇതാണ് സ്ഥിതി. നമ്മുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ട്രാൻസ്പോർട്ട് വകുപ്പ്, ഗതാഗത വകുപ്പ് അത് എത്രമാത്രം ഗംഭീരമായിട്ടാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. ചരിത്രത്തിൽ ആദ്യമായി ഈ KSRTC ലാഭത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് LDF ഗവൺമെൻറ്റിൻ്റെയും ആ വകുപ്പ് മന്ത്രിയുടെയും ആ വകുപ്പിൻ്റെയും ഒരു കഴിവാണ്. ഇങ്ങനെ ഓരോ വകുപ്പുകൾ, പിന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കാര്യം നമുക്കറിയാം. കേരളത്തിലെ റോഡുകളും പാലങ്ങളുമൊക്കെ നോക്കിയാൽ എത്രമാത്രം നിർമ്മിതികൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഓരോ വകുപ്പുകളും എടുത്തു നോക്കിയാൽ അതിഗംഭീരമായ സ്തുത്യർഹമായ പ്രകടനം തന്നെയാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ എന്തിൻ്റെ കാര്യത്തിലാണ് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നത് അതിന് യാതൊരുവിധ കാര്യവുമില്ല. ആകെയുള്ള ജനങ്ങൾക്കുള്ള ഒരു വിരസത എന്ന് പറഞ്ഞാൽ അത് 10 വർഷം ഒരേ ഗവൺമെൻറ് തന്നെ ഭരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ യാതൊരുവിധ വിപ്രതിപത്തിയും ഈ ഗവൺമെൻറ്റിനെതിരെ നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്നില്ല. ഗവൺമെൻറ് ഗംഭീരമായി ഭരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്ഷേമ പെൻഷനുകളൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എന്തായാലും സ്ഥിതി, എത്ര മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു തീർത്തത് ഈ പിണറായി സർക്കാരാണ്. നിലവിൽ അത്തരം കുടിശ്ശികകളൊന്നുമില്ല. കൃത്യസമയത്ത് ക്ഷേമ പെൻഷനുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കിട്ടേണ്ട സകലവിധ ആനുകൂല്യങ്ങളും യഥാവിധി കൃത്യമായിട്ട് കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയുടെയൊക്കെ പുരോഗതി എന്താണ് എന്ന് അത് ലോകം തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ലോകരാജ്യങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ വിധത്തിലുള്ള സാഹചര്യം ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ നിലനിൽക്കെ ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊരു പ്രതീതി അത് ഈ UDF അനുകൂല കൊയലൂത്ത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വെച്ചത് മാത്രമാണ്. PROമാർ സൃഷ്ടിച്ചു വെച്ചത് മാത്രമാണ്. അതല്ലാതെ പൊതുജനങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള യാതൊരുവിധ വികാരങ്ങളുമില്ല. ഈ പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ 3ാം ഊഴവും ഭരിക്കും എന്നത് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും തമ്മിൽത്തല്ല് ഈ UDFനകത്ത് ശക്തമാണ്. ഘടകകക്ഷികളുടെ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള തീരുമാനവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ പൊട്ടിത്തെറി ഉറപ്പാണ്. ഇതുപോലെ ഇന്ന് ജോസഫ് ഗ്രൂപ്പ് മുന്നണി വിട്ടുപോകാൻ തയ്യാറെടുക്കുന്നുണ്ട് എങ്കിൽ മറ്റു കക്ഷികളുടെയും മനോനില ഭാവിയിൽ ഇങ്ങനെ തന്നെയായിരിക്കും. ഒരു ഭാഗത്ത് മാണി ഗ്രൂപ്പിനെ UDFിലേക്ക് എങ്ങനെയെങ്കിലും ആവാഹിച്ച് കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുകയാണ്. കോൺഗ്രസിൽ തന്നെ സീറ്റിന് വേണ്ടി തമ്മിൽ തല്ലാണ്. അപ്പോൾ മാണി ഗ്രൂപ്പിന് കൂടുതൽ സീറ്റുകൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പരിഹാര മാർഗം അവർ കാണുന്നത് എന്താണ് എന്ന് വെച്ചാൽ അത് ജോസഫ് ഗ്രൂപ്പിനെ പോലെയുള്ള ഘടകകക്ഷികളുടെ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. വിവിധ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വിവിധ കേരള കോൺഗ്രസുകൾ തമ്മിൽ തന്നെ ഒരിക്കലും യോജിച്ചു പോവുകയില്ല. ഇവിടെ മാണി ഗ്രൂപ്പിനെ UDFിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അത് മറ്റ് കേരള കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തമ്മിൽ തല്ല് അവിടെ തന്നെ ഉറപ്പാണ്. ആ സാഹചര്യത്തിലാണ് മാണി ഗ്രൂപ്പിനെ കെട്ടിമറിഞ്ഞ് UDFിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ജോസഫ് ഗ്രൂപ്പ് മുന്നണി വിട്ടു പോകും, അതല്ലെങ്കിൽ ഈ അവഗണനകളൊക്കെ സഹിച്ച് മുന്നണിയിൽ തുടരും. എന്താണ് സംഭവിക്കുക എന്ന് മലയാളികൾക്ക് കാത്തിരുത്ത് കാണാനേ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ കേരള കോൺഗ്രസിൻ്റെ മുന്നണി മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വളരും തോറും പിളരുക
പിളരും തോറും വളരുക എന്ന കേരള കോൺഗ്രസിന്റെ പ്രതിഭാസം കൂടി ഒരിക്കൽ കൂടി മലയാളികൾക്ക് കാണേണ്ടതായിട്ടും വരും. ഏതായാലും എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.